ഹായ്, എബ്രിഷൈൻസ് സ്പാ. എന്താ പറയുക, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഒരു അയൺ സ്റ്റോറി. അയൺ ഞങ്ങളിവിടെയൊക്കെ കമ്പി എന്ന് പറയും. സത്യത്തിലൊരു കമ്പി കഥയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. സ്പാ എന്ന് പറഞ്ഞിട്ടൊരു 4-5-6-7 പെണ്ണുങ്ങളുടെ കഥ. സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സ്റ്റോറിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. സ്പാ ആകുമ്പോൾ അറിയാലോ, സ്പായിൽ വരുന്നു, മസാജ് ചെയ്യുന്നു, ഹാപ്പി എൻഡിങ്ങിന് വേണ്ടി കുറച്ച് കുലുക്കി തക്കത്തൈ മനസ്സിലായില്ലേ? അത് കുലുക്കി സർബത്ത് കുടിച്ചിട്ടില്ലേ? അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്. അത് ആളുകൾ വരുന്നു, മസാജ് ചെയ്യുന്നു, കുലുക്കി തക്കത്ത ചെയ്യുന്നു, ഹാപ്പി എൻഡിങ് ആവുന്നു, പോകുന്നു. അടുത്ത ആൾ വരുന്നു, മസാജ് ചെയ്യുന്നു, കുലുക്കുന്നു, പോകുന്നു. അടുത്ത ആൾ വരുന്നു, മസാജ് ചെയ്യുന്നു, കുലുക്കുന്നു, പോകുന്നു. ഹായ് നിർവൃതികൾ, എന്ത് രസം. അങ്ങനത്തെ ഒരു അവസ്ഥ. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു റിയൽ അയൺ അഥവാ കമ്പി സ്റ്റോറിയാണ് സ്പാ. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, എബ്രിഷൈന് അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഡ്യൂസറുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്. ഈ പൈസ എങ്ങനെ ചെലവാക്കണം എന്ന് പുള്ളിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ പുള്ളി വിചാരിച്ചു ഒരു പടം എടുത്തേക്കാം. അങ്ങനെ ഒരു പടം എടുക്കാൻ പോയി. പടം എടുക്കാൻ പോണ സമയത്ത് നല്ല ക്യാമറ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്, നല്ല ഫ്രെയിംസ്, കുറേ സ്ഥലങ്ങളിൽ നല്ല ഫ്രെയിംസ് ഉണ്ട്, നല്ല ലൈറ്റിംഗ് ആണ്. പക്ഷേ കഥയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിലുള്ളൂ. നല്ല പാട്ടുണ്ട്, നല്ല പാട്ടുകാരുണ്ട്, പക്ഷെ പാടാൻ അറിയില്ല. കാതൊരു ഇമ്പല്ല അങ്ങനത്തെ പാട്ടുകൾ. അതുപോലെ നല്ല തമാശകൾ എന്ന് പറഞ്ഞിട്ട് ഇവർ എഴുതി വെച്ചിരിക്കുന്ന ഒരുപാട് തമാശകളുണ്ട്. ഇതിലെ നായികയാണെങ്കിലും നായകന്മാരാണെങ്കിലും വരുന്ന ആളുകളൊക്കെ നല്ല തമാശകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ചിരി വരൂല. അങ്ങനെ എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ. നല്ലൊരു സിനിമ വരെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇവർ നല്ല ക്യാമറയും കുറച്ച് അറിയാവുന്ന നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള നടന്മാരെയും കുറച്ച് നടിമാരെയും കുറച്ച് മൊമെന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നല്ലൊരു സിനിമ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ പടം കൊള്ളൂല. ഇത് മനസ്സിലായില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലെ സിനിമ വേണ്ടി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നമ്മൾ അനുഭവിച്ചാൽ, ഞാൻ തിയേറ്ററിൽ അനുഭവിച്ച ആ ഒരു ടോർച്ചറിങ് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിലൊരു പാട്ടുണ്ട്. അതായത് പാട്ട് ഇങ്ങനെയാണ്: മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിച്ചിടും. അവിടെ അടിപൊളി സംഭവമാണ്. മാത്തൻ ചൊല്ലിയ മുതുനെല്ലിക്ക അറിയയോ തല്ലിയല്ലോ. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക. മനസ്സിലായില്ലേ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു വല്ലാത്ത അനുഭൂതി ഉണ്ടാവുന്നില്ലേ? ഇതിന്റെ എക്സ്ട്രീം ലെവൽ അനുഭൂതിയാണ് 2-2.5 മണിക്കൂർ തിയേറ്ററിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. അങ്ങനെ കൃതാർത്ഥനായിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു റിവ്യൂ ഇടുന്നത്. എനിക്കിതിലൊരു പോസിറ്റീവ് എന്ന് പറയാനുള്ളത്, ഈ കാണിക്കുന്ന കമ്പിത്തരങ്ങൾ, ആ കമ്പിത്തരങ്ങളിൽ ഇവർ കാണിക്കുന്ന ചില സംഭവങ്ങൾ നമ്മൾ അങ്ങനത്തെ കുറച്ചൊരു രസമൊക്കെ നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ മലങ്കൾട്ടാണോ ചോദിച്ചാൽ മലങ്കൾട്ടല്ല, നല്ല പടം വെച്ചാൽ നല്ല പടമല്ല, മോശം പടം വെച്ചാൽ ഒരുമാതിരി വേറെ ലെവൽ മോശം പടം. അങ്ങനത്തെ ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഈ കാട്ടിക്കൂട്ടുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഇവർ എന്ത് തേങ്ങയാണ് നീ പറയണത് ചോദിക്കില്ല നമ്മൾ. ആ രീതിയിൽ എന്ത് തേങ്ങയാണ് അവർ കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു ചിരി നമുക്ക് വരും. അത് മാത്രമാണ് എനിക്ക് ഇതിലൊരു പോസിറ്റീവായിട്ടാണ്. അങ്ങനെയെങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു പോസിറ്റീവ് ഈ സിനിമയ്ക്ക് ഉണ്ട്. ഈ എബ്രിഷിനെ ചില സമയത്ത് തോന്നിയിട്ടുള്ള കാര്യം, എബ്രിൻ മാത്രമല്ല, മൊത്തത്തിൽ ഈ സിനിമ എഴുതിയിട്ടുള്ള തിരക്കഥാകൃത്താണെങ്കിലും ചെയ്തിട്ടുള്ള സംവിധായകനാണെങ്കിലും ഇതിന്റെ മൊത്തം ക്രൂ ആൻഡ് മെമ്പേഴ്സ് അവർ വേറെ യൂണിവേഴ്സിലാണ്. ആ യൂണിവേഴ്സിൽ നിന്നിട്ടാണ് ചെയ്യുന്നത് എനിക്ക് തോന്നിപ്പോയി. ഇപ്പം നമ്മൾ പറയില്ലേ, കഞ്ചാവ് അടിച്ച് ചെയ്യാന്നൊക്കെ പറയില്ലേ, ഞാൻ അവരങ്ങനെ ചെയ്തെന്നല്ല പറയണത്. ബട്ട് ആ ഒരു മനസ്സിലായില്ലേ, ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ വേർഡ് യൂസ് ചെയ്തത്. അപ്പം അത്തരത്തിലുള്ളൊരു അവസ്ഥയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെയാണ് ചില സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചത്. എന്താണ് ഇവർ ഈ കാണിക്കുന്നത്? ഇവർ ഈ യുഗത്തിലൊന്നുമില്ല, ഈ ലോകത്തൊന്നുമില്ല, ഈ കാലഘട്ടത്തിലൊന്നുമില്ല ജീവിക്കുന്നത്. ഇവരിപ്പോൾ ഈ പ്രസന്റിൽ ഇവിടെ ഇല്ലേ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ചില സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ക്ലൈമാക്സ് വേൾഡ് ക്ലാസ്. അട്ടർ വെറുപ്പീര് എന്നൊക്കെ പറഞ്ഞാൽ വെറുപ്പിന്റെ അങ്ങേറ്റം. മലങ്കൾക്കൊന്നും ഒന്നുമല്ല, കാട്ടാവരൊന്നുമല്ല, അങ്ങനത്തെ ഒരു ഊള ക്ലൈമാക്സ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അതായത് മസാജ് ചെയ്യുന്ന ആള് കുലുക്കി തക്കത്തി കാണിക്കുന്ന ആള് ഒരു ഡോണാണത്ര. ആര്? ഡോൺ. എന്തിന്? ഇതിൽ തന്നെ ആള് ചോദിക്കുന്നുണ്ട്, ഹൂ ഈസ് ഹി, വാട്ട് ഈസ് ഹി, വെൻ ഈസ് ഹി, വേർ ഈസ് ഹി. അതന്നെയാണ് ചോദിക്കണത്. ഹൂ ഈസ് ഹി, വാട്ട് ഈസ് ഹി, വേർ ഈസ് ഹി, വെൻ ഈസ് ഹി. ഈ ചോദ്യമൊക്കെ സ്വയം നിങ്ങളൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സിനിമ എടുക്കാമായിരുന്നു. വീഴ്ച തിയേറ്ററിൽ അവർ ഇവിടെ വീഴ്ച
ഇങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നിങ്ങൾക്കൊരു 4-5 പേരൊക്കെ ആയി പോയിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പടം. ആ എൻജോയ്മെന്റ് എന്താണെന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ പോയാൽ തന്നെ മനസ്സിലാവുള്ളൂ, പറഞ്ഞറിയാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഒറ്റ വാക്കിൽ വീണ്ടും ഇങ്ങനെയാണ് പറയണത്, എല്ലാം ഉണ്ടായിട്ടും ഒന്നിനും കൊള്ളാത്തൊരു സിനിമ. അതാണ് ബ്രിഷേൻ്റെ സ്പാ. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തി, കമന്റ് വായിച്ച് തിയേറ്ററിൽ പോകുന്ന ആളുകളെ രക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ബൈ.